പ്രിയമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ധനപരമായ നേട്ടങ്ങളും ജീവിത വിജയങ്ങളും നേടിത്തരുന്ന ഒരു ശക്തമായ മന്ത്രം ആയിരുന്നു. ഇന്ന് പറയുന്നത് വാർദ്ധക്യം തടയുവാൻ പോലും കഴിയുമെന്ന് വിശ്വസിക്കുന്ന മോഹിനി മന്ത്രമാണ്. മോഹിനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മോഹിപ്പിക്കുന്നവൾ എന്ന് എല്ലാവർക്കും അറിയാം. മോഹിനി മന്ത്രത്തിന്റെ അത്ഭുതകരമായ ഫലം കാണേണ്ടതാണ്. മോഹിനി മന്ത്രം എന്നത് ആ അത്ഭുതകരമായ ശക്തി നേടാനുള്ള മാർഗമാണ്. അതിന്റെ സഹായത്തോടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിലെ എല്ലാ ശക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ കഴിയും. സൗന്ദര്യത്തിനും ആകർഷണത്തിനും വേണ്ടിയുള്ള ഒരു ജനപ്രിയ മന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മന്ത്രം സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും പ്രണയത്തെ ആകർഷിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, മന്ത്രം ജപിക്കുമ്പോൾ അത് അറിഞ്ഞു ജപിക്കുക. ഏതു ശക്തിയിൽ ആണ് നമ്മുടെ മന്ത്രജപം ചെന്നു ചേരേണ്ടത്, ആ ശക്തിയെ മനസ്സിലാക്കി ജപിക്കുക. അപ്പോൾ മാത്രമേ വിജയം സാധ്യമാകൂ. ആയതിനാൽ വിശ്വസിക്കുന്നവർ ഈ വീഡിയോ അവസാനം വരെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ജപം ആരംഭിക്കുക. ഓം ഹ്രീം രൂപമതി കാമിനി സ്വാഹ എന്നതാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന മന്ത്രം. ഓം നെ എന്നാൽ പ്രപഞ്ചത്തെയും ദൈവികതയെയും പ്രതിനിധീകരിക്കുന്ന ഹിന്ദുമതത്തിലെ ഒരു പവിത്രമായ അക്ഷരം. ഹ്രീം ആകർഷണം, സൗന്ദര്യം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു വിത്ത് അക്ഷരം. രൂപമതി കാമിനി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് മറ്റുള്ളവരെ മോഹിപ്പിക്കാനുള്ള കഴിവിന് പേരുകേട്ട സുന്ദരിയും ആകർഷകയുമായ ദേവതയായ മോഹിനിയെ സൂചിപ്പിക്കുന്നു. സ്വാഹൈ എന്നാൽ മന്ത്രം പൂർത്തിയാക്കാനും അതിന്റെ ഫലം ശക്തിപ്പെടുത്താനും ഉപയോഗിക്കുന്നു. കൊടുക്കുക അല്ലെങ്കിൽ വഴിപാട് എന്നർത്ഥമുള്ള ഒരു പദം. മോഹിനി ഭഗവാൻ വിഷ്ണുവിന്റെ സ്ത്രീ അവതാരമാണ്. മോഹിനി മോഹിപ്പിക്കുന്നതിനെയും മായയും പ്രതിനിധീകരിക്കുന്നു. മോഹിപ്പിക്കാനും മയക്കാനും ഉള്ള കഴിവുകൊണ്ട് അറിയപ്പെടുന്ന ഒരു മയക്കുന്ന സുന്ദരിയായും വിദഗ്ധയായും മോഹിനിയെ പലപ്പോഴും ചിത്രീകരിക്കാറുണ്ട്. മോഹിനി എന്ന പേരിന്റെ അർത്ഥം മന്ത്രവാദിനി അല്ലെങ്കിൽ വഞ്ചിക്കുന്നവൾ എന്നാണ്. ഇത് തെറ്റുപറ്റാത്ത ഒരു മന്ത്രമാണ് മോഹിനി മന്ത്രം. പലരും ഇതിനെ ഹിപ്നോട്ടിസം മന്ത്രം എന്നും വിളിക്കുന്നു. എന്നാൽ അത്തരം ആളുകൾക്ക് ഈ മന്ത്രത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയൂ. വാസ്തവത്തിൽ ഈ മന്ത്രം വളരെ ശക്തമാണ്. അതിന്റെ ഫലത്തിൽ പ്രപഞ്ചം മുഴുവൻ ആകൃഷ്ടരാകും. ഈ മോഹിനി മന്ത്രം യഥാർത്ഥ സമർപ്പണത്തോടെയും നിർദ്ദേശിച്ച രീതി പിന്തുടർന്നും തെളിയിക്കപ്പെടണം എന്നതാണ് ഏക നിബന്ധന. ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധം നടന്നപ്പോൾ സമുദ്രം കടഞ്ഞെടുക്കുന്നതിലൂടെ ലഭിക്കുന്ന അമൃത് ലഭിക്കാൻ ഭഗവാൻ വിഷ്ണു ഉപയോഗിച്ചത് ഈ മോഹിനി മന്ത്രമാണെന്ന് പറയപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഭഗവാൻ വിഷ്ണു അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം സ്വീകരിച്ച് മോഹിനി മന്ത്രം ഉപയോഗിച്ച് അസുരന്മാരെ തല്ലിയതിനു ശേഷം മാത്രമാണ് ആ വിശ്വസൗന്ദര്യത്തിന്റെ രൂപത്തിലുള്ള ഭഗവാൻ വിഷ്ണു പറഞ്ഞതെല്ലാം അസുരന്മാർ വിശ്വസിക്കാൻ തുടങ്ങിയത്. ഈ സമുദ്രമന്ഥന കഥയിൽ മോഹിനി മന്ത്രത്തിന്റെ സ്വാധീനത്തിൽ അസുരന്മാർ തങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന അമൃത് ദേവന്മാർക്ക് നൽകി. ഏതൊരു വ്യക്തിയെയും സമൂഹത്തെയും രാജ്യത്തെയും അല്ലെങ്കിൽ മുഴുവൻ പ്രപഞ്ചത്തെയും ഹിപ്നോട്ടിസ് ചെയ്യാൻ കഴിയുന്ന മാന്ത്രികത ഈ മോഹിനി മന്ത്രത്തിനുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഈ മന്ത്രത്തിന്റെ ഗുണങ്ങളാണ് ഇനിയും പറയുന്നത്. ഈ മന്ത്രം സൗന്ദര്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന മോഹിനി മന്ത്രം കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം നിലനിർത്തുന്ന ഒരു തെറ്റുപറ്റാത്ത മന്ത്രമാണ്. അതുമൂലം ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. ഏതെങ്കിലും കാരണത്താൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വിള്ളൽ ഉണ്ടായാൽ ഈ മോഹിനി മന്ത്രം അവരെ വീണ്ടും സ്നേഹബന്ധത്തിൽ ബന്ധിപ്പിക്കാൻ സഹായകമാണെന്ന് തെളിയിക്കുന്നു. ഏതെങ്കിലും സ്ത്രീയോ പുരുഷനോ യുവാവോ പെൺകുട്ടിയോ തന്റെ വ്യക്തിത്വത്തിൽ അത്ഭുതകരമായ ഒരു ആകർഷണം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുവഴി ആളുകൾ അവരെക്കുറിച്ച് ഭ്രാന്തരാകുന്നുവെങ്കിൽ ഈ മോഹിനി മന്ത്രം അത്തരമൊരു സാഹചര്യത്തിൽ വളരെ ഉപയോഗപ്രദമാണ്. ഒരു ഭക്തൻ യഥാർത്ഥ ഭക്തിയോടെയും എല്ലാ ആചാരങ്ങളും പാലിച്ചും ഈ മന്ത്രം ജപിച്ചാൽ അയാൾക്ക് സമൂഹത്തിൽ എളുപ്പത്തിൽ പ്രശസ്തിയും സമ്പത്തും നേടാൻ കഴിയും. മോഹിനി മന്ത്രം എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു മന്ത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ഒരു അഭിമുഖത്തിന് പോകാൻ പോകുകയാണെങ്കിൽ ഈ മോഹിനി മന്ത്രം പരിശീലിക്കുന്നതിലൂടെ കമ്പനിയുടെ തൊഴിലുടമയിൽ നിങ്ങൾക്ക് ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കാൻ കഴിയും. സമൂഹത്തിൽ ഒരു ജനപ്രിയ നേതാവാകുന്നതിനും മോഹിനി മന്ത്രം സഹായകമാകും. ഭഗവാൻ വിഷ്ണു നൽകിയ ഈ മന്ത്രത്തിലൂടെ നിങ്ങളുടെ വ്യക്തിപരമായ പ്രതിച്ഛായയെ ആകർഷകമാക്കാൻ കഴിയും. ഇതുമൂലം ഒരു രാഷ്ട്രീയക്കാരൻ ആണ് എങ്കിലും ഈ മന്ത്രം ജപിച്ചാൽ ജനങ്ങൾ അയാളിലേക്ക് ഇനിയും പറയുന്നത് ഈ മന്ത്രം ജപിക്കുമ്പോൾ പാലിക്കേണ്ട രീതികളാണ്. ഒന്നാമതായി, മോഹിനി മന്ത്രം ജപിക്കുന്നതിനായി ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരോടും ദേഷ്യമോ വിദ്വേഷമോ ഉണ്ടാകരുത്. കാരണം തെറ്റായ ഉദ്ദേശ്യത്തോടെ ഈ മോഹിനി മന്ത്രം ജപിക്കുന്നത് ഗുണത്തിന് പകരം ദോഷം വരുത്തും. ഒന്നാമതായി മനസ്സ്, പെരുമാറ്റം, വാക്ക്, ശരീരം, വസ്ത്രം എന്നിവയിൽ പൂർണ്ണമായും ശുദ്ധരാകുക. ഒരു പായ വിരിച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇരിക്കുക.
തടസ്സമില്ലാതെ സാധന ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് മോഹിനി മന്ത്രം ജപിക്കാൻ നിങ്ങൾ ഇരിക്കണം. ധ്യാനത്തിനു മുമ്പ് പരിസ്ഥിതിയെ സുഗന്ധപൂരിതമാക്കുക. ഇതിനായി ധൂപവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. മോഹിനി മന്ത്രം രാത്രിയിൽ ജപിക്കുന്നത് കൂടുതൽ നല്ലത്. ഈ മന്ത്രം 21, 51 അല്ലെങ്കിൽ 108 ദിവസം തുടർച്ചയായി ജപിക്കുക. ഈ മന്ത്രം ജപിക്കുമ്പോൾ മാംസം, മദ്യം, ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പ്, വിദ്വേഷം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുക. മോഹിനി മന്ത്രം ജപിക്കുമ്പോൾ സാധകന്റെ കീഴ്പ്പെടുത്തലിന് വിധേയനാകേണ്ട വ്യക്തിയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. മോഹിനി മന്ത്രം ജപിക്കുന്നതിന്റെ ക്രമം ലംഘിക്കരുത്. മോഹിനി മന്ത്രം പരിപൂർണമാക്കുന്ന ദിവസം സാധകൻ അന്തരീക്ഷത്തിൽ ഒരു നേരിയ സുഗന്ധം അനുഭവിക്കാൻ തുടങ്ങുകയും അയാളുടെ ആത്മവിശ്വാസം 4 ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യുന്നു. കൂടാതെ അവന്റെ മുഖത്ത് ഒരു ആകർഷകമായ പ്രഭാവലയം പ്രത്യക്ഷപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് പ്രയോജനകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലരും പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സമയം അനുസരിച്ചു എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്. ആരുടെയെങ്കിലും സംശയത്തിന് മറുപടി നൽകുവാൻ വൈകി എങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം.